ദുബായിലെ വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് എ ബൌട്ട് വികസന പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ പ്രധാന മേൽപ്പാലം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തുറന്നുകൊടുത്തു. പുതിയ പാലം പ്രവർത്തനക്ഷമമായതോടെ ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിലേക്കുള്ള യാത്രാസമയം 6 മിനിറ്റിൽ നിന്ന് വെറും 1 മിനിറ്റായി കുറഞ്ഞു. ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് സ്ട്രീറ്റിലേക്ക് കരാമ ദേറ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്ന 1 കിലോമീറ്റർ നീളമുള്ള പുതിയ പാലത്തിലൂടെ മണിക്കൂറിൽ 3000 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകും. ഇതോടെ ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് സ്ട്രീറ്റിലേക്കുള്ള യാത്രാസമയം 6 മിനിറ്റിൽ നിന്ന് വെറും 1 മിനിറ്റായി കുറഞ്ഞു. കൂടാതെ ഡിസംബർ 2 സ്ട്രീറ്റിൽ നിന്ന് അൽമജ്ലിസ് സ്ട്രീറ്റിലേക്കുള്ള യാത്ര 10 മിനിറ്റിൽ നിന്ന് വെറും 2 മിനിറ്റായി. ജംഗ്ഷനിലെ ശരാശരി കാത്തിരിപ്പ് സമയം 12 മിനിറ്റിൽ നിന്ന് 90 സെക്കൻഡായി കുറയുമെന്നാണ് കണക്കാക്കുന്നത്. 5 പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് ഔട്ട് വികസിപ്പിച്ച് ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക എന്നതാണ് വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് ഔട്ട് വികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഷെയ്ഖ് സായിദ് റോഡ്, ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് സ്ട്രീറ്റ്, ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റ്, ഡിസംബർ 2 സ്ട്രീറ്റ്, സബീൽ പാലസ് സ്ട്രീറ്റ്, അൽമജ്ലിസ് സ്ട്രീറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആകെ 5 കിലോമീറ്റർ നീളമുള്ള 5 പാലങ്ങളാണ് ഈ പദ്ധതിയിൽ നിർമ്മിക്കുന്നത്. ഇതിൽ 3 പാലങ്ങൾ ഇതിനകം പ്രവർത്തനക്ഷമമായി. അവശേഷിക്കുന്ന 2 പാലങ്ങൾ ഒക്ടോബറിൽ തുറന്നു കൊടുക്കാനാണ് പദ്ധതി. ജനം, ദുബായ്.